കൊച്ചിയിലുള്ള എസൻസ് ക്ലബ്ബ് വേറെയാണോ? ഒക്ടോബർ 12 തൃശ്ശൂർ ഒരു മീറ്റ് നടക്കുന്നുണ്ട്. സംഘ വലതുപക്ഷ നിരീശ്വരവാദത്തിനെതിരെ. ഈ എസൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസൻസ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട്, അത് പേപ്പറിലുണ്ട്. എസൻസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എസൻസ് രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. അത് എസൻസ് ക്ലബിൻ്റെ ഒരു ഇതാണ് എസൻഷ്യ എന്ന് പറയുന്ന ഒരു മീറ്റ്. അത് നമ്മൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സാധനം, അതാണ് 2018 മുതലുള്ളത്. അതിനാണ് ലിറ്റ്മസ്. പിന്നെ ഈ എസൻസ് എന്ന പേരുള്ള കേരളത്തിൽ അതിൻ്റെ ഒരു 10-30 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് തൃശ്ശൂർ തൊട്ട് കഞ്ഞിക്കുഴി വരെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ 1000 രൂപ ആവശ്യമുള്ളൂ. പിന്നെ ഒരു 7, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 7 എന്താണ് പറയുന്നത്, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആർക്കും രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ എസൻസ് എന്നുള്ള പേര്, അത് എസൻസ് എന്നുള്ള പേര് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഗുണകരമാണ് തങ്ങൾക്ക് എല്ലാം പറയില്ല. ആ പേരിട്ടാൽ നല്ല ഇതാണ് എന്ന് കരുതുന്ന, അല്ലെ ആ പേരിൻ്റെ ഇതിൽ മാത്രം രക്ഷ നേടാമെന്ന് കരുതുന്ന ആളുകൾ രജിസ്റ്റർ. ഇനി നാളെ കാലത്ത് ചില എസൻസ് എന്ന് പറഞ്ഞ് വീടിന് പേരിടുന്നുണ്ട്, വേറെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നിരീശ്വരവാദത്തിന് വലതുപക്ഷവും ഇടതുപക്ഷവും പക്ഷങ്ങളൊന്നുമില്ല കേട്ടോ. അത് വസ്തുതകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് രാഷ്ട്രീയം ഉള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷവുമായി ബന്ധപ്പെട്ട് എത്തിസം എന്ന് പറഞ്ഞാൽ ലൈക്ക് യു കനോട്ട്. പിന്നെ കേരളത്തിലെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് പക്ക എക്സ്ട്രീം വലതുപക്ഷമാണ് മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ. ഒന്നാമത് മതപ്പണി ടീമുകളാണ്. കേരളത്തിലെ ഈ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക മതവിഭാഗത്തെ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതിനെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ പ്രാണനും കൊടുക്കും. നിങ്ങൾ ബാക്കിയുള്ള മതങ്ങളെ എത്ര വിമർശിച്ചാലും നിങ്ങൾ ഈ പ്രത്യേക മതവിഭാഗത്തെ വിമർശിക്കാൻ പാടില്ല. ഞങ്ങൾ അതിനെ നോയമ്പെടുത്തും സംരക്ഷിക്കും, ഞങ്ങൾ ചോര കൊടുത്തും സംരക്ഷിക്കും എന്നൊക്കെ പറയുന്ന കുറേ ടീമുകളുണ്ട്. അതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തെ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്, നോ മാറ്റർ, അതിനെ സപ്പോർട്ട് ചെയ്യാം. എസൻസിന് അങ്ങനെയൊന്നുമില്ല. ഒരു ബഹുമാനം അവരോട് അത്തരത്തിലില്ല. എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്നു. ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും എല്ലാം ഒരേപോലെ വിമർശിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ലാളിച്ച് പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശിശുവിനെതിരെയും വിമർശനങ്ങൾ വരുമ്പോൾ അതിൻ്റെ സംരക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതിനാണ് അവർ മറ്റുള്ളവരെ വലതുപക്ഷം എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി മതസംരക്ഷണമാണ് ഏറ്റവും വലിയ വലതുപക്ഷം. അത് ചെയ്യുന്ന ആളുകൾ ആണ് പൊതുവെ മറ്റുള്ളവരെ ചൂണ്ടി വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത്. നമുക്ക് പക്ഷങ്ങളില്ല, പക്ഷാഘാതം സംഭവിക്കാത്ത ഒരു ഇതാണ്. വി ആർ എത്തിസ്റ്റ് ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള, ഹ്യൂമനിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ ലിറ്റ്മസിന് ഒക്ടോബർ 12 ശരിക്കും മഹാനവമി അല്ലേ, ഹിന്ദുക്കളുടെ ഒരുപാട് ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ചുറ്റും നടക്കുന്നുണ്ട്. ലീഗുകാർ നടത്തുന്നുണ്ട്, പെന്തക്കോസ്തുകാർ നടത്തുന്നുണ്ട്. സോ യുക്തിവാദികൾക്കും നടത്താം, അതിനെന്താ പ്രശ്നം? എത്ര വേണേലും നടത്താം. സോ നമുക്കതിനകത്തൊരു വിഷയമല്ല. എല്ലാ പ്രാവശ്യവും ലിറ്റ്മസ് വരുമ്പോൾ അതിനെതിരെ മീറ്റുകൾ നടത്താറുണ്ട്, സൈബർ ലിഞ്ചിങ് നടത്താറുണ്ട്, പ്രചരണങ്ങൾ നടത്താറുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിനെതിരെ വേറെ സമ്മേളനങ്ങളും പ്രചരണങ്ങളും ഒക്കെ അങ്ങനെ നടത്താറില്ല, നടത്താൻ അവർ സമ്മതിക്കാറില്ല. നമ്മൾ ആ ഒരു വിഷയമല്ല. നമ്മളൊരാളുടെയും സമ്മേളനങ്ങൾക്കോ കൂട്ടായ്മകൾക്കോ മീറ്റിങ്ങുകൾക്കോ ആചാരങ്ങൾക്കോ ഒന്നും എതിരെ ഒരക്ഷരം പോലും സംസാരിക്കാനോ അതിനെ പരിഗണിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. വി ഡോണ്ട് കെയർ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അത് താല്പര്യമുള്ളവർ വരും, ഇല്ലെങ്കിൽ വരില്ല. എല്ലാ വർഷവും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ ചെലവിൽ, അതിൻ്റെ ഓളത്തിൽ, അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സമ്മേളനം ആൾക്കാർക്കെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് നടത്താം. അല്ല എന്താണ്, ആർക്കും നടത്താം. ഇപ്പോൾ 4 സമ്മേളനങ്ങളുടെ കാര്യം എങ്ങാണ്ട് കണ്ടു ഒക്ടോബർ 12 തന്നെ. ഒരു 40 എണ്ണം, 4 എല്ലാ ജില്ലയിലും ഓരോന്ന് വേണമെന്നാണ് എൻ്റെ ഒരു മിതമായ അഭിപ്രായം. സോ വി സപ്പോർട്ട് ഇറ്റ്, വി അപ്രീഷിയേറ്റ് പീപ്പിൾ ബിക്കോസ് ദാറ്റ്സ് ഗുഡ്. എന്തായാലും എസൻസ് ആരുടെയും സമ്മേളന ദിവസം സമ്മേളനം നടത്തില്ല. നമുക്കതുകൊണ്ട് കാര്യമില്ല, അവിടെ നിന്നൊന്നും കിട്ടാനില്ല, മനസ്സിലായില്ല. സോ വി ഡോണ്ട് ഡു ദാറ്റ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്വാധീനത്തിലാണ്. നിങ്ങൾ ഒരു അടിമബോധത്തോടെ അവരെ പിന്തുടരുകയാണ്, സ്നേഹിക്കാനാണേലും വെറുക്കാനാണേലും. ഒരു അടിമബോധമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ആദ്യം കളയേണ്ടത്. നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ പിന്തുടരുമല്ലോ, ചില ആസക്തികൾ. അതിനിപ്പോൾ തന്നെ ഹേമ കമ്മീഷൻ പോലെ നമ്മൾ ഒരു സംതിങ് ലൈക്ക് അതൊരു സ്ലേവിഷ് നേച്ചറാണ്.
നമ്മൾ ചില കാര്യങ്ങളെ ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നു, അതെന്ത് ചെയ്യുന്നു നോക്കുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. അവർ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു, നമ്മളും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു. അവർ പൊട്ട് തൊടുന്നു, നമ്മളും പൊട്ട് തൊടുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ധാരണയാണ്. അങ്ങനെയല്ല വിജയം ഉണ്ടാകുന്നത്. വിജയം ഉണ്ടാകുന്നത് സ്വന്തം നിലയിൽ, സ്വന്തം ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വിജയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും അന്ധമായി അനുകരിച്ച് ഒരു അടിമബോധത്തോടെ അവരെ പിന്തുടർന്ന്, അത് സ്നേഹിക്കാനാണെങ്കിലും വെറുക്കാനാണെങ്കിലും, അത് ഇറ്റ്സ് നോട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ നിങ്ങൾ വളരെ വില കുറച്ച് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒക്ടോബർ 12 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബസ്വത്തൊന്നുമല്ല. അന്ന് ഒരുപാട് മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ജാതി സംഘടനകളും യുക്തിവാദി പരിവാറിൽപ്പെട്ട സംഘടനകളും ഉണ്ടാവും. അതിനെന്ത്? നമ്മൾ ഒക്ടോബർ 12 നമ്മൾ ചില ഇതിനകത്തൊക്കെ ഉണ്ട്, അമ്പലത്തിലൊക്കെ ഉത്സവ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പറയും, ഞങ്ങളുടെ പരിപാടി തുടങ്ങുകയാണ്, ഈ കോമ്പൗണ്ടിലുള്ള എല്ലാ വിളക്കുകളും ഈ പഞ്ചായത്തിലുള്ള എല്ലാ വിളക്കുകളും അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. അങ്ങനെ ഒരു അനൗൺസ്മെന്റേ ഇല്ല, അങ്ങനെ ഒരു ആവശ്യമില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എവിടെ വേണേലും പോവാം, ആരുടെ കൂടെ വേണേലും പോവാം, നിങ്ങളാണ് തമ്പുരാൻ, അത്ര ഉള്ളൂ. ഇത്തരം സാധനങ്ങളൊന്നും നമുക്കറിയാമല്ലോ. ഇറ്റ്സ് വെരി ഈസി ടു. പിന്നെ അവരിച്ചിരി കഷ്ടപ്പെടുന്നുണ്ട്, അത് നല്ലതാണ്. അവർക്ക് ജസ്റ്റ് ലൈക്ക് അല്ലെങ്കിൽ മാറാലെ അടിച്ചു പോയില്ലേ, ദാറ്റ്സ് ഗുഡ്. ഒരു പ്രശ്നമില്ല കേട്ടോ. അതിൻ്റെ പേരിലൊരു എത്ര പേര് കുറയുമായിരിക്കും? ഒരു 5000 പേര് കുറയുമായിരിക്കും അല്ലേ? ആ പോട്ടെ, ബാക്കി മതി.